ഹലോ ഗൈസ്, വെൽക്കം ടു പേർലി മാണീസ് യൂട്യൂബ് ചാനൽ. ഇന്നൊരു നല്ല ദിവസമാണ്, അപ്പൊ നല്ലൊരു സ്മെല്ലോടെ തുടങ്ങാന്ന് വിചാരിച്ചു. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. നിലു നിത്താരെ വളരെ ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കിച്ചൺ റീസെറ്റ് നമ്മളന്ന് കണ്ടു. പക്ഷെ ഇന്ന് കിച്ചണിൽ കുറച്ച് ടിപ്സും ഹാക്സും ഒക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കിച്ചണിൽ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു വെക്കും. പലപ്പോഴും ഈ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ ഇത് അതിനാണ് നമുക്ക് ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇന്ന് ആ ദിവസമാണ്. ഇന്ന് ഞാനും ശ്രീനി ഇന്ന് പുറത്തു പോയിട്ട് വെജിറ്റബിൾസ് വാങ്ങിക്കാൻ പോവാണ്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കണം. ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു കടയുണ്ട്, അവിടെ ഇന്ന് ഞങ്ങൾ പോവും. ചില സമയത്ത് ഓർഡർ ചെയ്യാൻ അവരിങ്ങോട്ട് കൊണ്ടുതരും. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പോയി നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട്. ഇത് ഞാൻ ഗോവയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് ഗൈസ്. എങ്ങനെയുണ്ട് പറയൂ, കമന്റ് ബിലോ. അപ്പൊ ഈ ഡ്രസ്സ് നോക്കൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ന്യൂ ഇയറിന് ഞാൻ ശ്രീനി ഇങ്ങനെ ന്യൂ ഇയറിന്റെ അന്ന് ഒരു മിനിറ്റ് ഗൈസ്. അപ്പൊ വെൽക്കം ടു പേർലി മാണി ഷോ. അങ്ങനെ ശ്രീനി വളരെ ധൈര്യപൂർവ്വം എന്റെ ഡ്രസ്സിനെ കർട്ടൻ എന്ന് വിളിച്ചിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞു ഗൈസ്, ഇത് നല്ലൊരു സ്റ്റിച്ച് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും എനിക്കൊന്ന് ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്യണം. ഒന്ന് കം വിത്ത് മീ. സോ ഗൈസ്, ഞാൻ അങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇനി നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരു ചെറിയ മേക്കപ്പ് ഒക്കെ വേണ്ടേ? അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക് ആണ്. മമ്മ എർത്തിൻ്റെ ഒരു അടിപൊളി ലിപ്സ്റ്റിക്. എനിക്കിത് ഈ റീസെൻറ്റ് ടൈംസിൽ ഞാൻ ഇടുന്ന ഒരു ഷെയ്ഡാണിത്. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ആവക്കാഡോ ആൻഡ് വിറ്റമിൻ ഇ ഓയിൽ ഉണ്ട് ഇതിനകത്ത്, വിച്ച് മേക്സ് യുവർ ലിപ്സ് വെരി സോഫ്റ്റ് ആൻഡ് ക്രാക്ക് ആവുകയില്ല ഇതൊക്കെ ഇട്ടുകൊണ്ടിരുന്നാൽ. ഓക്കെ, ആൻഡ് ഇത് സ്മച്ച് പ്രൂഫാണ് ആൻഡ് ട്രാൻസ്ഫർ പ്രൂഫാണ്. വാട്ടർ പ്രൂഫ് ആണോ എന്ന് എനിക്കറിയത്തില്ല. 24 മണിക്കൂർ ഇത് നിൽക്കില്ല, 12 മണിക്കൂർ ഇത് നിൽക്കും. കണ്ടോ ഈ കളർ നോക്ക്. അടിപൊളി കളർ. ഏതാണ് റിയൽ കളർ? അതെ, ഇപ്പൊ ഓർമ്മിച്ചാക്കില്ലേ? എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായി. ഇവരുടെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഷെയ്ഡാണ്. ഈ ഷെയ്ഡിൻ്റെ പേരെന്താ? കാർണേഷൻ ന്യൂഡ്. ആ കളറാണ് എനിക്കിഷ്ടമായത്. ആൻഡ് ഞാൻ ചില സമയത്ത് ചെയ്യുന്ന ഒരു മണ്ടത്തരമല്ല, എൻ്റെ ഒരു സ്റ്റൈലാണ്. എല്ലാവർക്കും ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. കുറച്ച് ഇതെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കവിളും കൂടിയിട്ട് വിടാം. ആൻഡ് ഇറ്റ്സ് ടോക്സിൻ ഫ്രീ ഓൾസോ, ബിക്കോസ് ഇത് സ്ഥിരം നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വി ഹാവ് ടു മേക്ക് ഷുവർ ഏറ്റവും ടോക്സിനൊക്കെ ലെസ് ആയിട്ടുള്ള ചുണ്ടിലിടുന്ന സാധനം ആയതുകൊണ്ട്. അപ്പം മമ്മത്തിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ടോക്സിൻ ഫ്രീ ആണ്. ആൻഡ് ഇറ്റ്സ് വെരി വെരി എന്താ പറയുക, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചറാണ് ഇതിന്. ആൻഡ് നമ്മുടെ ലിപ്സ് സാധാരണ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്രാക്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിടുമ്പോൾ ആ പ്രശ്നമില്ല. അപ്പം മമ്മത്തിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഓൾ യു ഹാവ് ടു ഡു ഇസ് ഗോ ഓൺലൈൻ ഓർ മേ ബി ഫിസിക്കൽ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്കയിലൊക്കെ ഇത് അവൈലബിൾ ആണ്. മാത്രമല്ല അവരുടെ ആപ്സും അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പേർലി 2025 എന്ന് പറയുന്ന ഈ കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ഓൺ ഓൾ ദ പ്രോഡക്ട്സ്. ഓക്കെ, മമ്മ എർത്തിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ സജഷൻസ് കേൾക്കും. ലൈക്ക് ഓണിയൻ ഷാംപൂയുടെ പാക്കേജിങ്ങിലൊക്കെ ഇവർ കുറച്ച് മാറ്റങ്ങൾ വരുത്തി, ബിക്കോസ് ദേ ലിസൺ ടു ദെയർ കസ്റ്റമേഴ്സ്. അതുകൊണ്ട് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം. മാത്രമല്ല ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റോറും അവൈലബിൾ ആണ്. എവിടെയെങ്കിലും നിങ്ങൾ കാണണമെങ്കിൽ എവിടെ കണ്ടേ എന്ന് നിങ്ങൾ പറയൂ. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ വെജിറ്റബിൾ വാങ്ങിക്കാൻ നമുക്ക് പോവാം. സോ ലെറ്റ്സ് ഗോ, കം ഓൺ. എടാ, എനിക്ക് മൊത്തത്തിൽ ഇപ്പൊ ഗോവയിലെത്തിയ ഫീലിലാണ് നിൽക്കുന്നത്. ഇത് വേണം? ഓവറായിരിക്കും അല്ലേ? വേണ്ട. ഇത് ഞാൻ നിലവിന് വേണ്ടി വാങ്ങിച്ച, അവൾ ഇടുന്നില്ല. പിന്നെ അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും ഇടണ്ടേ. ഇത് കമ്മലായിട്ടിടാം, മാലയായിട്ടിടാം എന്നൊക്കെ പറഞ്ഞാണ് അയാൾ വിറ്റത്. നമ്മളിപ്പോൾ ആവക്കാഡോ അല്ലേ വാങ്ങിക്കാൻ പോകണം. അതുകൊണ്ട് ആവക്കാഡോയുടെ പടമുള്ള ഒരു തൊപ്പി ഇട്ടാലോ? ഇതേ നോക്കൂ, സ്മൈലി ഉണ്ട്, എന്തൊക്കെയോ ഉണ്ടടാ, നോക്കൂ. മുടിയൊക്കെ കൊളാവും. ശരി ബാപ്പോ, എനിക്ക് ഈ ബാഗ് എടുക്കാൻ വന്നാണ് ഗൈസ് ഞാൻ. ഇതെങ്ങനെയുണ്ട് ഈ ബാഗ്? നിങ്ങളെ ഞാൻ ഒരു കാര്യം ഇടും, ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ ബാഗ് എടുക്കും, പക്ഷെ ബാഗിനകത്ത് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടോ നിങ്ങളുടെ ഇടയിൽ? അതായത് ബാഗിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കൈ കിട്ടി അതെടുത്ത് വെറുതെ ഇടും. അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കില്ല എന്തിനാ വെറുതെ ഒരു ബാഗ് പിടിച്ചിരിക്കുന്നത്. വെറുതെ. ഓക്കെ, ഈ ബാഗ് ചേരുന്നില്ല ഇതിൻ്റെ കൂടെ. അപ്പൊ നമുക്ക് പോവാം.
എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നൊന്ന് ഞാൻ ലിസ്റ്റ് എഴുതണോ വേണ്ടേന്ന് ആലോചിക്കായിരുന്നു. ബിക്കോസ് അവിടെ പോയിട്ട് ഇരുന്ന് ചിന്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. നോക്കി വാങ്ങാലോ. നോക്കി വാങ്ങിക്കാം അല്ലേ? സത്യം പറയല്ലോ ഗൈസ്, എനിക്ക് ഒരു പ്ലാനും ഇല്ല. ഇതൊന്ന് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് ഞങ്ങൾ പട്ടിണിയാവും. അതുകൊണ്ടാണ് ഞാൻ പോയി ഷോപ്പിംഗ് ചെയ്യണത്. ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ട്, പക്ഷേ ഇനിയും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യണം, എങ്കിലേ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ എപ്പോഴും നമ്മൾ അങ്ങനെ ഷോപ്പിങ്ങിന് പോകില്ലല്ലോ. പോണെന്ന് എല്ലാം ലിസ്റ്റ് എഴുതി വെക്കണം, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പൊ നമുക്ക് പോവാം. ഇത് 5ാമത്തെ പോവാല്ലേ? അപ്പൊ ഇനി പോയേ പറ്റൂ. അപ്പൊ ശരി, അപ്പൊ ബൈ ബൈ ഗായ്സ്. പോകുന്നില്ല ഞങ്ങള്, വേഗം വരും മമ്മി ഡാഡി. ഓക്കെ, അതിനെ നിങ്ങൾ കൊന്നാ കോഴീനെ, നീ പൂടയൊക്കെ പുറത്തെടുത്താ, നീ അതൊക്കെ അവർ ചെയ്തോളൂ. ക്യാമറ വീഡിയോ എടുക്കാൻ ഒരാൾ ഓടിപ്പോയി ഇതേ ലിഫ്റ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു. വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ഒരു അവസ്ഥ. ബൈ ദ വേ, ഞാൻ പ്രഗ്നൻ്റ് അല്ല കേട്ടോ. കുറേ പേര് ഞാനൊരു ഗുഡ് ന്യൂസ് ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു പെണ്ണിന് ഈ ഒരു ഗുഡ് ന്യൂസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതൊരു ഗുഡ് ന്യൂസ് ആണ്, പക്ഷെ വേറെ എത്രയോ ഗുഡ് ന്യൂസുകളുണ്ട്. ഞാൻ എന്താണെന്ന് പറയാം, എനിക്കതിപ്പോൾ പറയട്ടെ, പിന്നെ പറയാം. അത് ഞങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞും പോയി, അത് എഡിറ്റ് ചെയ്ത് കളക്കിയാൽ മതിയായിരുന്നു ഗുഡ് ന്യൂസ് എന്നുള്ള ആ വേർഡ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനിയിപ്പോൾ പോയി നമുക്ക് പോവാന്ന് ഇനി ഞാൻ പറയാൻ പാടില്ല അല്ലേ? കുറേ നേരമായിട്ട് നീ വണ്ടി ഓടിക്കാം, ഞാൻ ഓടിക്കാം. പക്ഷെ എന്നെ ഭയങ്കര വൃത്തികെട്ട ആംഗിളിൽ നിന്ന് വീഡിയോ ബ്ലോഗാണെങ്കിൽ എനിക്ക് എന്താണെങ്കിലും ഇല്ല, കുഴപ്പമില്ല. ഫോണല്ലേ, ഭർത്താവ് കൂടെ ഉള്ളപ്പോ എതിരാ ഫോൺ. നല്ല ഡയലോഗ് കേട്ടോ. എനിക്ക് വേണമെന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാം, എനിക്ക് ഓടിക്കണം. നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലടാ. കറക്റ്റ് എന്നല്ല നീ വിളിച്ചത് എൻ്റെ ഡ്രസ്സിനെ. നല്ല ലിപ്സ് കളർ അല്ലടാ, നല്ല കളർ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാറ്റം അനിവാര്യമാണെന്നോ റേഡിയോയില്? ഇല്ലില്ല, എനിക്ക് മാറ്റണ്ട. ഞാൻ ഈടായിട്ട് എന്താണെന്നറിയില്ല, ഐ ഹാവ് ബീൻ ലിസണിങ് ടു എ ലോട്ട് ഓഫ് റേഡിയോ. എനിക്ക് മറ്റൊരു കാറി കയറുമ്പോൾ ഏത് പാട്ടിടും ആ ഒരു ടെൻഷനൊക്കെ ഇപ്പം മാറി. ബിക്കോസ് ഇപ്പം ഞാൻ റേഡിയോ ഇടും. റേഡിയോയിൽ എനിക്ക് പല പല അഡ്വൈസുകൾ കിട്ടും. കറക്റ്റ് നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ അവർ പറയും. റേഡിയോ ഇഷ്ടമാണ്. റേഡിയോ ഇസ് നൈസ് ഗൈസ്. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കുന്ന ഒരു കടയാണ്. അതായത് ഒരു അങ്ങാടി കടയാണ്. ഗ്രീൻസ് അങ്ങാടി എന്ന് പറയുന്ന ഒരു കടയാണ്. നമ്മൾ അവരുടെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, പക്ഷെ അവർ നല്ല സർവീസാണ് അവരുടെ. വിളിച്ചാൽ അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന ആൾക്കാരാണ്. എറണാകുളത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് കടകളായിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അവരെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, ക്യാമറയായിട്ടൊക്കെയാണ് വരുന്നത്, അപ്പം ഈ ഒരു ടൈമിൽ വന്നോളാൻ അവരും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എത്തുവാണ് അങ്ങോട്ടേക്ക്. ഇനി നമുക്ക് അവിടെ പോയിട്ട് തീരുമാനിക്കാം എന്തൊക്കെ വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഞാൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ കമൻസ് നിങ്ങൾ ഇടണം. അതായത് പേളി, എനിക്ക് തോന്നുന്നു മുളക് നിങ്ങൾ ഇങ്ങനെ തണ്ട് ഒടിച്ചിട്ട് സ്റ്റോർ ചെയ്താൽ കൂടുതൽ എന്നാണ് നിൽക്കും. ശ്രീനിക്ക് എന്തോ ജീവിതത്തിനോട് തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. ജീവിക്കാൻ താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്. ഭയങ്കര റിസ്ക് എടുക്കുന്നു നീ, ഭയങ്കര. ജനുവരിയിൽ 6 പാക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്തായെന്ന് ചോദിക്കും. എല്ലാ വർഷവും ജനുവരി ഉണ്ടല്ലോ, അല്ലേ? ഞാൻ നോക്കിക്കോ, ശ്രീനിയുടെ ബർത്ത്ഡേ അന്ന് ഈ വർഷം ഞാൻ 6 പാക്ക് ആയിരിക്കും. എന്നെ ഉണ്ടല്ലോ നിങ്ങള് എന്നെ വിളിച്ചോ? അല്ലല്ല, എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള മൂഡ് പോയി. എന്നെ ശ്രീനി കൊറേ നേരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്റെ ഡ്രസ്സ് കറക്റ്റനാന്ന് പറഞ്ഞു, എനിക്ക് ടിപ്സ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ടിപ്സ് ഒക്കെ അറിയണം, ചുമ്മാ നിന്നെ ടെസ്റ്റ് ചെയ്തതാ. നിന്റെ പേഷ്യന്റ് ലെവൽ എത്ര ഉണ്ടെന്ന് നോക്കാം, ദേഷ്യം വരുമോ ഇല്ലെന്ന് നോക്കാം. നിങ്ങൾക്ക് ദേഷ്യം വന്നോ? എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഒരു കമന്റ് ഓക്കെ, ഇനി ഒരു 3ാമതൊന്ന് വന്നാ അപ്പൊ ഷൂട്ട് ക്യാൻസൽ.
ഇനി വരില്ല കേട്ടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കാം. സുറ്റും വിഴി സുടരെ സുറ്റും വിഴി സുടരെ എന്നുലകം മുന്നേ സുറ്റുതേ. ഞാൻ തന്നെ പാടാന്ന് വിചാരിച്ചു, ബിക്കോസ് പാട്ടിട്ട കോപ്പിറൈറ്റ് അടിക്കും ഗൈസ്. എത്തി എത്തി. ഇതാണ് നമ്മൾ പറഞ്ഞ കട ഗൈസ്. ഇതാണ് ഗ്രീൻസ് അങ്ങാടിക്കട. പോവാ. ആപ്പിൾ വേണം, പൈനാപ്പിൾ. ഞാൻ ആപ്പിൾ എടുക്കാണ് കുറച്ചുകൂടെ. പിന്നെ പൈനാപ്പിളും. ഓക്കെ. പൈനാപ്പിൾ എനിക്ക് തൊടാൻ പേടിയാ, ഭയങ്കര കുത്തൂലേ. ഓവർ ചെല്ലപ്പിള്ള. പൈനാപ്പിൾ കുത്തുത്ര ചെറിയ കൊച്ച്. ഗ്രേപ്സ് എടുത്തോ. ഇത് സീഡ്ലെസ് ആണോ? സീഡ്ലെസ് ആണ്. Come on guys, let's go. ഇതിൽ ഏത് കോളിഫ്ലവർ എടുക്കണ്ടെന്നൊരു സംഘർഷം. ഏത് കോളിഫ്ലവർ എടുക്കണ്ടേ? ലെഫ്റ്റ്. കോളിഫ്ലവർ എങ്ങനെയാണ് നോക്കി എടുക്കേണ്ടത്? ഇതിലേതാ നല്ലതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? കഴിച്ചു നോക്കി. അടിപൊളി. കഴിച്ചിട്ടില്ല. നല്ല ഗ്രീനരി ബ്ലാക്ക് ഷെയ്ഡ്. അതെ അതെ, രണ്ടിലും ബ്ലാക്ക് ഷെയ്ഡ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം എടുക്കാം. ഇതെടുക്കാം. ഓക്കെ. ഒരു വക അറിഞ്ഞൂടാ. പണ്ട് എൻ്റെ ആൻറ്റിയുടെ കൂടെയൊക്കെ ഞാൻ ഷോപ്പിങ്ങിന് പോവേ, അപ്പോൾ അവരെന്തൊക്കെയോ തിന്നു നോക്കും, കടിച്ചു നോക്കും, പ്രസ് ചെയ്ത് നോക്കും. അപ്പം ഞാൻ ഇവർക്ക് എന്ത് പ്രാന്ത, ഇതൊക്കെ എടുത്തിട്ടാ പോലെ. ഇപ്പം മനസ്സിലായി. അപ്പം പുരിയില്ല, ഇപ്പം പുരിയില്ല. വാ. പനീറും ഉണ്ടായിരുന്നു. ഫ്രഷ് ക്രീം ആണ് ഇതിലിടുക. ഫ്രഷ് ക്രീം ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? പണ്ട് വെള്ളരിക്ക വേറെ ഏതൊരു ഷേപ്പ് അല്ലായിരുന്നോ? ഇല്ല, ഇതിപ്പം ഇല്ല, എൻ്റെ ഓർമ്മയിലൊക്കെ വെള്ളരിക്ക വേറെ ഏതൊരു ചെറുതായി പോയി അല്ലേ? ഇപ്പൊ അത് നീണ്ടുപോയി. ഇതാ അത് വെള്ളരിക്ക. ഇതാ അത് മെഡ്രാസ് വെള്ളരിക്ക അല്ലേ? മെഡ്രാസിൽ നിന്ന് ഇപ്പൊ വന്നേ ഉള്ളൂ. അതുകൊണ്ടോ കുലുക്കി നോക്കണം, തട്ടി നോക്കണം. ഒന്നും പറയുന്നില്ല. എങ്ങനെയാ ആക്ച്വലി വാട്ടർമെലൺ നല്ലതാണ്? എനിക്ക് ഇതാ ഇഷ്ടം. ആ, കട്ടിയുള്ളത് എടുക്കരുത്. കുറച്ചൊരു മനസ്സ് എന്നെ പോലെ. അപ്പം ഒക്കെ തിന്നും ഇല്ല. ചേട്ടന്മാരൊക്കെ ഹായ് പറയണം. ഹായ്. ബില്ല് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മളിനി ബില്ലിങ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നു. ഇതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നു അതിലാണ് കാര്യം. പബ്ലിക് പ്ലേസിലെ അധികം ചമ്മലായതുകൊണ്ട് അധികം ചെയ്താൽ അല്ലാതെ ഞാൻ നന്നായെന്ന് വിചാരിക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വാ, നീ വാ, അതെ കാറ് വരെ വാ. അപ്പം എൻ്റെ പേരെന്താ പറഞ്ഞത്? നല്ല വെയിറ്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ, സീ യു. നിങ്ങളുടെ ലോഡ് എത്തി. ഇപ്പൊ ഡെയിലി ലോഡ് നിങ്ങളാണ് ചേട്ടന്മാര്. ഹായ് ചേട്ടാ, ഹൗ ആർ യു? ആ, ബേബി സുഖമാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടന് ഇഷ്ടമല്ലേ?
അല്ല നിങ്ങളെ ജോഡി ഭയങ്കര ജോഡിയായിരുന്നു. ഇതൊക്കെ നമുക്ക് ഭയങ്കര താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പിന്നെ അതിനുശേഷം ഒന്നും വന്നിട്ടില്ല. ബാക്കിയൊക്കെ ഒരു പറ്റിക്കുന്ന രീതിയാണ്. അയ്യോ റിയലായിട്ട് വന്നേക്കണം നിങ്ങൾ രണ്ടുപേരും മാത്രമേ. താങ്ക് യു ചേട്ടാ, താങ്ക് യു, ലവ് യു, താങ്ക് യു. ഹാപ്പി. എല്ലാവരോടും സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞു. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു ഗൈസ്, നമ്മുടെ ഷോപ്പിംഗ്. നമ്മുടെ അപ്പാപ്പനുണ്ടോ, ലോട്ടറി അപ്പാപ്പൻ. അന്ന് നമ്മള് മീറ്റ് ചെയ്ത അപ്പം എടാ നീ ടുഡേ യു ആർ ലുക്കിംഗ് സോ ക്യൂട്ട് ബേബി. ക്യൂട്ട് ബേബിയാണ്. ലിപ്സ്റ്റിക് ഇഷ്ടായി. നല്ല ലിപ്സ്റ്റിക് അല്ലേ? നല്ല ചൂടുണ്ടല്ലേ പുറത്തൊക്കെ, സോ ഹോട്ട്. നിന്റെ വ്ളോഗ് എടുക്കുമ്പോ മൂക്കും കാതും ഒന്നും കാണത്തില്ല, ചുണ്ട മാത്രമേ ഉണ്ടാവും. എത്തി ഗൈസ്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞങ്ങളുടെ കാറിലൊരു ഗോസ്റ്റ് ഉണ്ട് ഗൈസ്. ആ ഗോസ്റ്റിനെ ഞാൻ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ് നിലുവിനെ പേടിപ്പിച്ച. നിലു പക്ഷെ പേടിച്ചിട്ടൊന്നുമില്ല, അവൾക്ക് ബോധമുണ്ട്. അവള് പറയും ഇപ്പഴും പേടിയാണിത് സത്യം പറഞ്ഞ. ഇത് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ പാർക്കാവും. നോക്കിയോളൂ, തണ്ട ശ്രീനി തൊടുന്നില്ല, കാല് പോലും ശ്രീനി യൂസ് ചെയ്യുന്നില്ല. തലയും ചൊറിഞ്ഞിരിക്കുമ്പോ നോക്ക് ഇത് എങ്ങനെയൊക്കെയാ പാർക്ക് ചെയ്യണേന്ന്. ഇതിന്റെ അവിടേക്ക് തട്ടിയാൽ എന്ത് ചെയ്യും? എനിക്ക് പേടിതാ. പുറകിലെ കാറ് തട്ടില്ല, പക്ഷെ അത് തനിയെ തിരിക്കും. കണ്ട ഫ്യൂച്ചറിൽ കാറുകളൊക്കെ ഇങ്ങനെ ആയിരിക്കും പറയുന്നത് ശ്രീനി. തന്നെ ഓടൂടാ ഓട്ടോ പൈലറ്റ്. അപ്പൊ ഗൈസ്, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മളിന്ന് വാങ്ങിച്ച സാധനങ്ങൾ. കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ ഓൾറെഡി ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. കല്യാണം കഴിഞ്ഞ ടൈം തൊട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് പഠിച്ച്, മമ്മിയാണ് മെയിൻലി, ഓക്കെ, അവിടെ നിന്നൊക്കെ ഇങ്ങനെ പഠിച്ച് പിന്നെ എൻ്റെ സ്റ്റൈലിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ശ്രീനി പഠിപ്പിച്ചു തന്നു എന്നാണ് ശ്രീനി പറയുന്നത്. എന്തായാലും ഐ വിൽ ഷോ യു. അപ്പോൾ ഇതിൽ തക്കാളി ക്യാപ്സിക്കം ഞാൻ ഇങ്ങനെ ഒരുമിച്ചാക്കാൻ. തക്കാളി സെപ്പറേറ്റ് ആണ്, പക്ഷേ ഇതിൽ സ്ഥലം ഉള്ളതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും ക്യാപ്സിക്കവും ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങിക്കാൻ കിട്ടും. അതായത് ഈ വെള്ളം താഴെ കെട്ടി നിൽക്കാത്ത പോലത്തെ ഒരു 2 ലെയർ ബോക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ താഴെ വെള്ളം കെട്ടി നിൽക്കില്ല. അപ്പോൾ തക്കാളി ഞാൻ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇതിലിടുന്നു. ഇനി ക്യാരറ്റും ഇതേപോലത്തെ വേറൊരു ബോക്സിൽ ഞാൻ ക്യാരറ്റ് നല്ലപോലെ വാഷ് ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പീല് ചെയ്യാറില്ല, വാഷ് മാത്രമേ ചെയ്യുള്ളൂ. പീൽ ചെയ്യേണ്ടത് ആ കുക്കിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ ഞാൻ പീൽ ചെയ്യാറുള്ളൂ. പക്ഷെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ വാങ്ങിക്കുന്ന സമയത്ത്, അതൊരു ബേസിക് വാഷ് ചെയ്ത് ഇതുപോലൊരു തുണിയിൽ നമ്മൾ വിരിച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമ്മളത് ഇതിനകത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ക്യാരറ്റായി, തക്കാളിയായി, ക്യാപ്സിക്കം ഇപ്പോൾ നമ്മൾ കുറച്ച് വാങ്ങിച്ചു. അതും നമ്മൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഒരു സിപ്പ് ലോക്ക് ബാഗിൽ ഓട്ട ഇട്ടിട്ട്. അപ്പോൾ ഈ സിപ്പ് ലോക്ക് ബാഗ്സിൽ ഒരു ഓട്ട ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനകത്ത് ഇടണം. അപ്പം ഇപ്പം നമ്മൾ കൂടുതൽ ക്യാപ്സിക്കം വാങ്ങിച്ചത് കൊണ്ട്, ക്യാപ്സിക്കം മെയിൻലി ഞങ്ങൾ വാങ്ങിച്ചത് എന്തിനാണെന്ന് അറിയാം, ഞങ്ങളുടെ ഡയറ്റിൽ ഇപ്പം ഫ്രൈഡ് റൈസ് ആണ് ഈ വീക്ക്. അപ്പോൾ ഈ ഫ്രൈഡ് റൈസിൽ ഇടാനുള്ള വെജിറ്റബിൾസിൽ ഒന്നാണ് ഞാൻ ക്യാപ്സിക്കം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാപ്സിക്കം ഞാൻ ഇന്നും കുറേ വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയ ഓട്ട ഉണ്ടാക്കണം കേട്ടോ. ഇറ്റ് ഷുഡൻറ്റ് ബി ഫുള്ളി എയർ ടൈറ്റ്. കണ്ട നൈസ്. എനിക്കെന്തോ സിപ്പ് ലോക്കിൽ ആരോ കൈവശം. ബിഗ് ബോസ് തൊട്ട് തുടങ്ങിയതാണ്. ബിഗ് ബോസിൽ ഞാൻ സിപ്പ് ലോക്ക് കവേഴ്സിലാണ് എൻ്റെ ഓരോ ഡ്രസ്സും കൊണ്ടുപോയത്. പിന്നെ അവസാന ദിവസമായപ്പോൾ ഇവരെല്ലാവരും വന്നിട്ട് പേളി ഒരു കവർ തരുമോ, ഒരു കവർ തരുമോ. എൻ്റെ കവറുകളെല്ലാം ഇവർ എടുത്തുകൊണ്ട് പോയി. പാവം ഞാൻ. ഇവരെന്തിനൊക്കെയോ വേറെന്തിനൊക്കെയോ പേർപ്പസിനാണ് ഇവർ ചോദിക്കുന്നത്. പക്ഷെ സിപ്പ് ലോക്സ് ആ സമയത്ത് എൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ടൊമാറ്റോ ആയി, ക്യാപ്സിക്കമായി, ഇത് രണ്ടും ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്ന ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ എടുത്ത് പുറത്ത് വെച്ചതാണ്. ഞാൻ ഇങ്ങനെയായിട്ട് ചെയ്യണത്. നിങ്ങൾ വേറെ മാതിരി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇന്ന് നോക്കൂ, ഞാൻ ഇങ്ങനെ സവാള ഇങ്ങനെ തൊലി കളഞ്ഞ് ഇങ്ങനെ വെക്കും. എനിക്കറിയത്തില്ല ഇത് വെക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പക്ഷെ ഞാനിത് എയർ ടൈറ്റ് ആയിട്ടാണ് വെക്കാറ്. എയർ ടൈറ്റ് ആയിട്ട് വെക്കുമ്പോൾ എന്താ, എനിക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യണമെങ്കിലേ സവാള തൊലി കളയണ്ട, പെട്ടെന്ന് എടുത്ത് ഇത് ചെയ്യാം. പക്ഷെ ഇത് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. സവാള സാധാരണ ഞാൻ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുക. സവാളയാവട്ടെ, നമ്മുടെ ഉരുളക്കിഴങ്ങ്, പിന്നെ വെളുത്തുള്ളി തീരുമ്പോൾ ഞാൻ റീഫിൽ ചെയ്യും. പിന്നെ ഇഞ്ചി, അതൊക്കെ ഞാൻ ഇവിടെ വെക്കാറ്, ബീട്രൂട്ട്. പക്ഷേ ഇതേ വെളുത്തുള്ളി ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നത്, ഇപ്പോൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഈ തൊലി കളഞ്ഞത് വാങ്ങിക്കാനും കിട്ടും, തൊലി കളഞ്ഞ് വെക്കുകയും ചെയ്യാം. നമുക്ക് തൊലി കളയുന്നത് ഞാൻ സാധാരണ ചെയ്യുന്നത് ഇതുപോലെ ഒരു വൈറ്റ് കളർ ഒരു ടിഷ്യൂ പേപ്പർ, വൈറ്റ് അല്ല, ഒരു ടിഷ്യൂ പേപ്പർ താഴെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ വെളുത്തുള്ളി വെച്ച് മുകളിലും ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം തങ്ങി നിൽക്കില്ല. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ അടച്ച്
വി ഹാവ് ടു കീപ്പ് ഇറ്റ് ഇൻ ദ ഫ്രിഡ്ജ്. ഇങ്ങനെയാണ് ഞാൻ വെളുത്തുള്ളി സ്റ്റോർ ചെയ്യുക. ഇതേപോലെ തന്നെയാണ് ഞാൻ ചെറിയുള്ളിയും തൊലി കളഞ്ഞ് ജാറിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഈസിയായി. കറക്റ്റ് അല്ലേ? ഇനി പച്ചമുളക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. പച്ചമുളക് ഞാൻ ഇതേപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മളിങ്ങനെ വാഷ് ചെയ്ത് നമ്മൾ ഇതിനെ ഉണക്കി തുണിയിലിട്ട് ഉണക്കിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പച്ചമുളകായി, സവാളയായി, ചെറിയുള്ളിയായി, വെളുത്തുള്ളിയായി, ക്യാരറ്റായി, തക്കാളിയായി, ഇതെല്ലാം ആയി. ഇനി നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? ഇനി നമ്മൾ നേരത്തെ വാങ്ങിച്ച ആപ്പിളും സാധനങ്ങളും പൊതുവേ ഞാനത് ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല, പുറത്ത് തന്നെയാണ്. ബിക്കോസ് ഇത് വാങ്ങിച്ചാൽ പെട്ടെന്ന് തീരുന്ന ഒരു സാധനമാണ്. ഇത് എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുക. എല്ലാ 3 ദിവസം കൂടുമ്പോഴും ഈ സാധനം വാങ്ങിക്കും. ബിക്കോസ് ഇവിടെ പിള്ളേരുടെ ഇത് ശ്രീനി സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആപ്പിൾ ഇടുന്നു, ഓറഞ്ച് ഇടുന്നു. നമ്മൾ വാങ്ങിച്ച ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്യാം. നിരുണ്ട് ആപ്പിൾ വേണമ്മാ? ആപ്പിൾ വേണം. ആപ്പിൾ ഞാൻ കഴുകി തരാം. നീലു മമ്മീനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ? മമ്മീനെ ഹെൽപ്പ് ചെയ്യോ നീലു? നീ കഴിച്ച് ഹെൽപ്പ് ചെയ്യോ? എങ്ങനെയാ ഹെൽപ്പ് ചെയ്യാൻ പോണ നീ? ഡാഡി അടുത്ത് പറയാതെ എന്തൊക്കെയാ വെജിറ്റബിൾസിന്റെ പേരുകൾ? ഇത് എന്തൊക്കെയാ? ആ ഓറഞ്ചിന്റെ പേരെന്താന്ന് വെച്ചാൽ ഗുങ്കുളുമ. ഇത് ഇവിടെ നോക്കിയേ. അപ്പൊ എത്ര പീസ് വേണം നിനക്ക്? എന്താ വേണ്ടാത്ത? ആപ്പിള് കഴിച്ചാൽ നമ്മൾ ആരാവും? ആപ്പിൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഓറഞ്ച്. വൈ ദിസ് കൊലവരി? വൈ ദിസ് കൊലവരി? അപ്പൊ നമ്മൾ ആപ്പിളൊക്കെ ഇതിനകത്തിട്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ എങ്ങനെ സ്റ്റോർ ചെയ്യാം. എനിക്ക് സാധാരണ കോളിഫ്ലവർ ക്ലിങ് റാപ്പ് ആണെങ്കിൽ ഇതിനകത്തൊരു ഒരു ഒരു റാപ്പ് ചെയ്ത് അങ്ങനെ വെക്കുന്നത് എനിക്കിഷ്ടമാണ്. ഇല്ലെങ്കിൽ വാട്ട് ഐ ലൈക്ക് ടു ഡു ഇസ് ഇതിനെ നമ്മൾ കട്ട് ചെയ്യണം. ചെറിയ ഇതായിട്ടല്ല. ഐ ലൈക്ക് ടു മേക്ക് ഇറ്റ് ചെറിയ. ബിക്കോസ് അല്ലെങ്കിൽ എനിക്ക് ഫ്രിഡ്ജിൽ സ്ഥലമില്ല എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഇനി ഈ കോളിഫ്ലവറിൻ്റെ ഈ പൂവുകൾ മാത്രമായിട്ട് ഐ ലൈക്ക് ടു സ്റ്റോർ ദാറ്റ് ഇൻ എ പ്ലാസ്റ്റിക് ബാഗ്. പൂ വെച്ച് നമ്മളിത് ഗോബി കറി എന്തെങ്കിലും ഗോബി ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആക്ച്വലി ഇത് ചെറിയൊരു പീസ് എടുത്തിട്ട് ഫ്രൈഡ് റൈസിലിടും. ബിക്കോസ് അതിനൊരു ക്രഞ്ചി ടേസ്റ്റ് ആണ്. ബിക്കോസ് ഡയറ്റ് ഫുഡ് ആയതുകൊണ്ട് ഐ ലൈക്ക് ടു കീപ്പ് ഇറ്റ് ക്രഞ്ചി. സോ കോളിഫ്ലവർ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പനീർ, ഗോബി, എന്തെങ്കിലും ബട്ടർ മസാല അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ യു ക്യാൻ യൂസ് ദിസ്. ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ സ്റ്റോർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇതിനെ ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല. ആ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുകയാണ് ചെയ്യുക. ഈ കോളിഫ്ലവറായി. ഇനി എന്താണ് നമുക്ക് ആവശ്യമുള്ള സാധനം? നമ്മുടെ ബേബി കോൺ ഇവിടെയുണ്ട്. ബേബി കോണും ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യണം. ഈ വരുന്ന പാക്കേജിൽ സ്റ്റോർ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നത്. ഇങ്ങനെ തന്നെ വെക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാം. പക്ഷേ ഐ ലൈക്ക് ടു സ്റ്റോർ ഇറ്റ് ഇൻ മൈ ഓൺ ബോക്സസ്. അപ്പോൾ ഇത് കോളിഫ്ലവർ ഇങ്ങനെയും ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവറാണിത്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് ക്യാബേജ് ഞാൻ രണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ എക്സ്ട്രാ സ്പേസ് വരാൻ വേണ്ടിയാണ് ഞാനിത്. ഇത് തീരുമ്പോൾ ഇതിനകത്ത് ഞാൻ ഫില്ല് ചെയ്തത്. ഇനി നമുക്കിത് എങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണം നോക്കാം. ആമാം, ഫ്രിഡ്ജിൽ വെക്കണം എങ്ങനെയാ? ഫ്രിഡ്ജിൽ വെക്കണം ടൊമാറ്റോസ്, അതിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റ് വെച്ചു. ഇത് വെജിറ്റബിൾസിൻ്റെ ഏരിയയിലാട്ടോ വെക്കണേ. നമ്മളുടെ ക്യാപ്സിക്കം, ഇത് നമ്മുടെ കോളിഫ്ലവർ ബാക്കിയുള്ളത്. ഇത് നോക്കി, ഇതിൽ നമ്മൾ ഓണിയൻസ്, ഇതിൽ മറ്റേ ചില്ലീസ്, പച്ചമുളക്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മളുടെ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ ഇവിടെയാണ് കൂടുതൽ എനിക്ക് എടുക്കാൻ ഈസി. ഇത് ആ കറിവേപ്പിലയും ഞാൻ അതേപോലെ വാഷ് ചെയ്തിട്ട്, ഇത് ഞാൻ കുറച്ചൊക്കെ മമ്മിയുടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാം. അവിടെ ഞങ്ങൾക്ക് മമ്മിയുടെ അവിടെ നിന്ന് കറിവേപ്പിലയുടെ ചെടിയുണ്ട്, വലിയ മരമുണ്ട്. അപ്പം അതിൽ നിന്ന് ഞങ്ങൾ കറിവേപ്പില വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഉണക്കിയതിന് ശേഷമേ ഇത് സ്റ്റോർ ചെയ്യാവൂ. അതിലും താഴെയും മേളിലും നമ്മൾ ടിഷ്യൂ ഇട്ട് ആണ് വെച്ചിരിക്കുന്നത്. സോ ഇറ്റ് ലാസ്റ്റ് ലോങ്. ഓക്കെ,
ഇനി വേറൊരു കാര്യം എനിക്ക് കാണിക്കാനുള്ളത് നമ്മുടെ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ഞാൻ വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ ഇനി വാങ്ങിച്ചില്ല. അപ്പോൾ സ്പ്രിംഗ് ഓണിയനും ഇതേപോലെ ഞാൻ കഴുകി ഉണങ്ങിയില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇത്ര ഐസായിട്ടിരിക്കണേ. പക്ഷെ ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം. ബിക്കോസ് ഇത് ലാസ്റ്റ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം സ്പ്രിംഗ് ഓണിയൻ എനിക്ക് എപ്പോഴും കിട്ടാനും വാങ്ങിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് സ്പ്രിംഗ് ഓണിയൻ ഇങ്ങനെ വെക്കും. ഇതേപോലെയാണ് മല്ലിയില. മല്ലിയില ഞാൻ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് what I do is ഇതിനകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്യും. കണ്ട കഴിയാറായി. അപ്പോൾ മല്ലിയില എത്ര നാളായാലും ഇതിങ്ങനെ ഫ്രഷ് ആയിട്ടിരുന്നോളൂ. എനിക്ക് തോന്നുന്നു ഇത് മോർ ദൻ 10 days ആയ മല്ലിയിലാണ്, പക്ഷേ എങ്കിലും ഗ്രീൻ ആയിട്ടിരിക്കണം. സാധാരണ നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വാടിപ്പോകും. അപ്പോൾ ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഫ്രീസർ ഇപ്പം ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് ചെയ്യാണ്, ഇതിലിടേണ്ട സാധനമാണെങ്കിൽ എല്ലാം എടുത്ത് പുറത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് പുറത്ത് വെക്കരുത്. ഇടുന്ന ആ ഒരു മൊമെന്റിൽ എടുക്കുക, ഇടുക, തിരിച്ച് അപ്പം തന്നെ ഫ്രീസറിൽ വെക്കുക, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് എപ്പോഴും അത് യൂസ് ചെയ്യുന്ന രീതി മാറ്റരുത്. ഇതേപോലെ നമ്മൾ ഗ്രീൻ പീസും ഇതേപോലെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പനീർ മട്ടർ മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പനീർ ആൻഡ് പീസ് ഒക്കെ ആവശ്യമുള്ള സമയത്ത് നമ്മളിത് പീസ് ഞാൻ ഇത് കുറച്ചൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും എനിക്ക് ക്ലീൻ ചെയ്യണം. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ തുറക്കുന്നു. തുറന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമ്മൾ ഇടുന്നു, അത്രേ ഉള്ളൂ. അതായത് ഇതിൻ്റെ ഇങ്ങനെയാണ് നമ്മൾ പീസ് എടുക്കുന്നത്. ഇതിനെ നമ്മൾ ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വയ്ക്കുക. ഓക്കെ, പിന്നെ എന്താണ്, വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ സ്റ്റോറേജ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ രാവിലത്തെ സ്മൂതി എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി ഇറ്റ് ഈസ് സ്ട്രോബെറി ആൻഡ് ബ്ലൂബെറി സ്മൂതി. അപ്പോൾ സ്ട്രോബെറിയും ബ്ലൂബെറി ഇതേപോലെ നന്നായിട്ട് കുറച്ച് വിനീഗറും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ മുകളിലത്തെ തണ്ടുകൾ കളഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യും. എന്താ വെച്ചാൽ ഇത് മിക്സിയിലിട്ട് കുറേ നേരം അടിക്കുമ്പോൾ ഈ ഒരു ഐസ് ക്യൂബിൻ്റെ ഒരു ഫീല്, ഞങ്ങൾക്ക് തണുത്ത സ്മൂതിയാണ് ഇഷ്ടം, എനിക്കും ശ്രീനിക്കും. അപ്പോൾ ഐസ് ഇടുന്നതിന് പകരം ഇത് തന്നെ ഐസ് പോലെ ഇരുന്നാൽ അതിൻ്റെ ഒരു തണുപ്പും കുറേ നേരം, അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള സ്ട്രോബെറിയും ബ്ലൂബെറി ഇട്ടാൽ കുറച്ച് കഴിയുമ്പോൾ സ്മൂതി ഉണ്ടാക്കി വരുമ്പോഴേക്കും അത് ഒരു നോർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കുറച്ചൊരു ചൂടുണ്ടാവും കുറേ നേരം നമ്മളിത് അടിക്കുന്നതുകൊണ്ട്. പക്ഷേ ഈ സ്ട്രോബെറി ഈ ബ്ലൂബെറി നോക്കിയേ, നല്ല ഫ്രഷ് ബ്ലൂബെറിയാണ് എനിക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊരു സൂപ്പർ ഫുഡാണ്. ആസ് യു നോ ഇറ്റ്സ് വെരി ഹെൽത്തി. അപ്പം ഈ ബ്ലൂബെറിയും ഇതുപോലെ വാങ്ങിച്ച് ഞാൻ ഫ്രീസറിൽ വയ്ക്കും. രാവിലെ 5 ബ്ലൂബെറി 3 സ്ട്രോബെറി ഒക്കെ ഇട്ട് ഒരു ബനാന ഇട്ടിട്ടാണ് ഞങ്ങളുടെ സ്മൂതി വരുന്നത്. അപ്പോൾ ഇത് ഞാൻ തിരിച്ച് ഫ്രീസറിൽ തന്നെ വയ്ക്കുവാണ്. ഓക്കെ, അപ്പം ഇനി എനിക്ക് ഇത്രേ പറയാനുള്ളത്. പിന്നെ എനിക്ക് കുറച്ച് നല്ല നെല്ലിക്ക എനിക്ക് ഇതാക്കി വെക്കണം എന്നുണ്ട്. അതായത് നമ്മളുടെ ഹണിയിലിട്ട് വെച്ചിട്ട് കഴിക്കണം നല്ലതെന്ന് കേട്ടു. അപ്പം ഞാൻ കുറച്ച് നെല്ലിക്കയും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കണം. ഈ നെല്ലിക്കേനെ നമ്മൾ ആദ്യം വേവിക്കും. അതായത് ഈ സ്റ്റീമിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചിട്ട്, അതായത് നല്ലപോലെ എന്ന് വെച്ചാൽ ഒന്ന് ഇച്ചിരി ഒന്ന് അമങ്ങണം, അതുപോലെ സ്റ്റീം ചെയ്യണം. സ്റ്റീം ചെയ്തതിന് ശേഷം അതിൻ്റെ കുരു മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് കുരു മാത്രം കളഞ്ഞ് നമുക്കിഷ്ടമുള്ള സൈസ്, ഇപ്പം ഇത് ചിലപ്പോൾ ഞാനൊരു 2 പീസാക്കുമായിരിക്കേ, ആ 2 പീസിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഹണിയിലിട്ട് വെക്കണം. ഹണിയിലിട്ട് വെച്ചിട്ട് ഇത് രാവിലെ ഒരു പീസ്, അതായത് നമ്മളൊരു കറക്റ്റ് നല്ലൊരു സ്പൂൺ യൂസ് ചെയ്ത് ഡ്രൈ സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതൊരു ഒരു പീസ് 1-2 പീസ് കഴിക്കുന്നത് നമുക്ക് ഭയങ്കര ഹെൽത്തിയാണ്. ആംല ഈസ് വെരി ഗുഡ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് നാരങ്ങയും കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് എൻ്റെ ഒരു ആക്രിക്കട പോലത്തെ ഒരു ബോക്സാണ്. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടാവും. അതായത് ബാക്കി വരുന്ന ഒരു സവാള മാത്രം എന്തിനോ ഒറ്റയ്ക്ക് അവിടെ ഫ്രിഡ്ജിലിരിക്കുന്നത് കാണാം, അല്ലേ? പെട്ടെന്ന് ഈ സവാള ഇത്രയും വേണ്ട, എങ്കിൽ ആ സ്വഭാവം എനിക്ക് ഇപ്പോഴും ഉണ്ട് ഗൈസ്. അത് നല്ലതല്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊരു കാര്യം, ഈ ഗ്രേപ്സ് എപ്പോഴും ഞാൻ വാഷ് ചെയ്തിട്ടാണ് വെക്കുക. അത് കുറച്ച് നേരം നമ്മൾ ഉപ്പും അല്ലെങ്കിൽ വിനീഗറും ബേക്കിംഗ് സോഡ, അതായത് ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ പൊടി എന്ന് പറയില്ലേ, ആ സാധനം നല്ല ക്ലീനിങ് ഏജൻറ്റാണ്. അപ്പോൾ ബേക്കിംഗ് സോഡയിലും വിനീഗറിലും ഇത് മുക്കി വെച്ച് നല്ല പോലെ വാഷ് ചെയ്ത് ആ തുണിയിൽ വിരിച്ചിട്ടതിന് ശേഷം നമ്മളിതിനെ സ്റ്റോർ ചെയ്യാൻ പോവാണ്. അതേപോലെ ബ്രോക്കലി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ബ്രോക്കലി നല്ല ക്ലിങ് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതേപോലെ ഞാൻ വെക്കും, ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ എന്താ ഉള്ളത്, ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി വാട്ടർമെലൺ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മളൊരു ക്ലിങ് റാപ്പ്, ഇതാണ് ക്ലിങ് റാപ്പ്, ഈ പ്ലാസ്റ്റിക് പോലത്തെ സാധനം, ഈ ക്ലിങ് റാപ്പ് വെച്ചിട്ട് നമ്മളെല്ലാവരും ഇതിനെ അടച്ചു വയ്ക്കും. ഇല്ലെങ്കിൽ നമ്മളിതിനെ എപ്പോഴും ജ്യൂസ് അടിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം തന്നെ ഇത് കട്ട് ചെയ്ത് നല്ല പോലെ കുഞ്ഞു പീസാക്കിയിട്ട്, ഞാൻ സാധാരണ രഞ്ജുവാ ചെയ്യാറ്, അത് അവൾ നല്ല വൃത്തിക്ക് അവൾ ചെയ്യുകയും ചെയ്യും. തണുത്ത വാട്ടർമെലനും തണുത്ത പൈനാപ്പിളൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ എപ്പോൾ ഒരു ജ്യൂസ് അടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് ഓൾറെഡി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട്
അതിങ്ങനെ എടുക്കുക, വേണമെങ്കിൽ ഒരു പീസ് ഐസ് ഇടാം, കുറച്ച് പാലൊക്കെ ഒഴിച്ച്, അത് വേറെ തന്നെ ടേസ്റ്റാണ് ആക്ച്വലി. നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊരു സ്മൂതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രഷ് ജ്യൂസൊക്കെ ഒടിക്കാം. ഇപ്പം മിക്കവാറും ഗസ്റ്റ് വരുമ്പോഴായിരിക്കും ഞങ്ങളത് പെട്ടെന്ന് യൂസ്ഫുൾ ആവുന്നത്. എന്തെങ്കിലും വേണം, അയ്യോ ഞാൻ ചായ കുടിക്കില്ല, അപ്പോൾ ചായ കുടിക്കില്ലെങ്കിൽ പിന്നെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കിയാലോ, ആണോ, ബിക്കോസ് ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ പീസുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പീസ് കുറേ ഇടുക, കുറച്ച് വേണമെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതല്ലേ. അതെ, വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അത് കഴിക്കണം എന്നാണ് അവൻ ഞങ്ങളോട് പറയണത്. അതായത് ജ്യൂസ് അധികം വേണ്ട, ഫൈബർ കിട്ടണമെങ്കിൽ കൂടുതൽ നിങ്ങൾ റോ ആയിട്ടുള്ളത് തന്നെ കഴിക്കുക. അപ്പോൾ സാധാരണ അവൾ ചെയ്യണത് രഞ്ജു ഞങ്ങൾക്കത് വാട്ടർമെലൺ പീസായിട്ട് തന്നെ ഞങ്ങൾക്ക് വെച്ച് തരും. വാട്ടർമെലൺ ആവട്ടെ അല്ലെങ്കിൽ പൈനാപ്പിൾ ആവട്ടെ, അതിൽ കുറച്ച് ചാട്ട് മസാലയൊക്കെ ഇട്ട്, അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പൈനാപ്പിൾ നിങ്ങൾ ട്രൈ ചെയ്ത് ചാട്ട് മസാല വാങ്ങിയിട്ടില്ലേ, അതിൽ കുറച്ച് ചാട്ട് മസാലയൊക്കെ ഇട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പൊതുവേ എനിക്ക് പൈനാപ്പിൾ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷേ ഇപ്പം എനിക്ക് ആ ചാട്ട് മസാലയൊക്കെ ഇട്ടതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രാവശ്യം നിത്താര എൻ്റെ അടുത്ത് വന്നിരുന്നു, ഞാൻ ഈ പൈനാപ്പിൾ കഴിക്കുമായിരുന്നു. ആ ചാട്ട് മസാല ഇതും കൂടി ഒന്ന് നക്കി നോക്കിയിട്ട് അവളുടെ എക്സ്പ്രഷൻ കാണാൻ, ചാട്ട് മസാല പിള്ളേർക്ക് കൊടുക്കരുത്, പക്ഷെ അന്ന് നക്കിയപ്പോൾ അവളുടെ എക്സ്പ്രഷൻ ഞാൻ കോമഡി ആയിരുന്നത്. നമ്മുടെ ബിണ്ടിയും ഇതേപോലെ, അതായത് നമ്മുടെ ലേഡീസ് ഫിംഗറും ഇതേപോലെ തന്നെയാണ് വാഷ് ചെയ്ത് നല്ല പോലെ ഡ്രൈ ആയതിനു ശേഷം ഈ 2 തുമ്പും വെട്ടിയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ നാളത് ലാസ്റ്റ് ചെയ്യും. ജ്യൂസും കുടിച്ച് വരാം. ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. നിങ്ങളുടെയും കുറേ ടിപ്സ്, ബിക്കോസ് നമ്മുടെ കൂടുതൽ അമ്മമാരാണ് ഫോളോവേഴ്സ്, അപ്പോൾ അതെൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഞാനിപ്പോൾ ഇന്ന് ചെയ്തതിൽ എന്തൊക്കെയാണ് മിസ്റ്റേക്സ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് അതെനിക്ക് പറഞ്ഞാൽ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഏറ്റവും നല്ല അങ്ങനത്തെ ഒരു ടിപ്സും എല്ലാം ഉള്ള കമൻറ്റിന് ഞാൻ പിന്നും ചെയ്യാം. രണ്ടാമത്തെ ജ്യൂസാണ് കേട്ടോ ഗൈസ്. എനിക്കറിഞ്ഞൂടെ, ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവളിവിടെ അഴിഞ്ഞാട്ടമാണ്, ഞാനിവിടെ ഷൂട്ട് ചെയ്യും. അപ്പോൾ അവൾക്കറിയാം ഞാൻ ഇപ്പം എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുന്നു, അവൾക്കറിയാം. നിലു കൊഞ്ചം ഓവറാ തെറിയില്ല, ഉണക്കിയ ഇത് ഉണക്കിയത് കൊഞ്ചം ഓവറാ തെറിയില്ല, എനിക്ക് ഉമ്മ തന്നില്ല. ഡാഡിക്ക് കള്ളിപ്പെണ്ണാണിത്, സോപ്പിടം മിടുക്കിയായിട്ട് വന്നിട്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe.